ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ മുഖ്യ അതിഥിയായി അധ്യക്ഷനായി ശ്രീമതി മല്ലിക സുകുമാരൻ പങ്കെടുക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതിയുടെ ബഹുമാനനായ പ്രസിഡന്റ് കെ രാധാകൃഷ്ണപിള്ള അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. യോഗ നടപടികൾ ആരംഭിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. കുമാരി ആര്യശ്രീ ആർ. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേൻ പ്രണാമം. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേൻ പ്രണാമം. മണ്ണിലും വിണ്ണിലും പുല്ലിലും പൂവിലും മണ്ണിലും വിണ്ണിലും പുല്ലിലും പൂവിലും നന്മയാൽ നീയണയൂ. കണ്ണിന് കനവായി കാതിന് കുളിരായി ഉള്ളിലെ ഉണർവായി നീയണയൂ. കണ്ണിന് കനവായി കാതിന് കുളിരായി ഉള്ളിലെ ഉണർവായി നീയണയൂ. അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേൻ പ്രണാമം. അനുപമ ജ്യോതിസേൻ പ്രണാമം. അനുപമ ജ്യോതിസേൻ പ്രണാമം. സ്വാഗതം ആശംസിക്കുന്നതിന് ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ രാജേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. ആദരണീയായ യോഗാധ്യക്ഷൻ, നമ്മുടെ ഉപദേശ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ ശ്രീ കെ രാധാകൃഷ്ണപിള്ള അവർ, ഈ യോഗം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ആദരണീയനായിട്ടുള്ള ശ്രീ ബി സുനിൽകുമാർ അവർ, നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീമതി മല്ലിക സുകുമാരൻ മാഡം, മറ്റ് ആശംസകൾ അർപ്പിക്കാനുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള സുദേവൻ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ശ്രീമതി ഗീതാകുമാരി, ചടയമംഗലം ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശ സമിതി അധ്യക്ഷൻ ശ്രീ മഠത്തിൽ മോഹൻപിള്ള, അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ശ്രീമതി ആര്യ എം ആർ പിള്ള, സബ് ഗ്രൂപ്പ് ഓഫീസർ ശ്രീമതി ദീപ്തി പി ജെ, നമ്മുടെ ഉപദേശ സമിതിയുടെ സെക്രട്ടറി സതീഷ്, മറ്റ് ഉപദേശ സമിതി അംഗങ്ങളെ, ഭാരവാഹികളെ, ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികളെ, മറ്റംഗങ്ങളെ, മാതൃസഭയുടെ ഭാരവാഹികൾ, അംഗങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാരെ, ഭക്തജനങ്ങളെ, ഏതാനും നിമിഷം കഴിയുമ്പോൾ നമ്മുടെ മകരവിളക്ക് മഹോത്സവത്തിന്റെ തിരി തെളിയുകയാണ്. നമുക്ക് ഉത്സവങ്ങൾ എപ്പോഴും ആഹ്ലാദം നൽകുന്നതാണ്.
അതുപോലെ തന്നെ നമ്മുടെ മറ്റെല്ലാ വിഷമങ്ങൾക്കും അവധി കൊടുത്തുകൊണ്ട് നമ്മൾ കൂട്ടായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളോടൊത്ത് കൂട്ടായിട്ട് ആനന്ദിക്കുന്ന നമ്മുടെ സന്തോഷത്തോടെ കഴിയുന്ന നിമിഷങ്ങളാണ് ഉത്സവങ്ങൾ. അതുപോലെ തന്നെ ഓരോ ഉത്സവം കഴിഞ്ഞ് അടുത്ത ഉത്സവത്തിലേക്കുള്ള ആ പ്രതീക്ഷ, നാളെക്കുറിച്ചുള്ള പ്രതീക്ഷ, അതാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത്, നമ്മളെ നിലനിർത്തുന്നത്. ആ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ ഉത്സവങ്ങളും കടന്നു പോകുന്നത്, ഓരോ ഉത്സവങ്ങളും വരുന്നത്. ഇവിടുത്തെ ഉത്സവ സമയത്ത് വേറെ പ്രാധാന്യമുള്ളത്, ഇന്ന് നമുക്കറിയാം, ലോകത്തെമ്പാടും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം തന്നെ അരാജകത്വവും അതുപോലെ തന്നെ യുദ്ധഭ്രാന്തും അധിനിവേശവും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്ര സങ്കല്പത്തിന്റെ പ്രസക്തി ഏറുന്നത്. അതായത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചോളം മറ്റുള്ള ക്ഷേത്ര ഉത്സവങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എല്ലാ ജാതി മതസ്ഥരും ആരാധന നടത്തുന്ന ദേവാലയമാണ്. അതുപോലെ തന്നെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പേട്ടയിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ നാനാജാതി മതസ്ഥർ ഏകോദര സഹോദരന്മാരെ പോലെ തമ്മിൽ കെട്ടിപിണഞ്ഞ് പേട്ടതുള്ളി അവരുടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിയർപ്പുകൾ കലർന്ന്, അതുപോലെ തന്നെ പണ്ഡിതനെന്നോ പാമരനെന്നോ സാമ്പത്തികം ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വിവിധ മതസ്ഥരെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരേപോലെ പങ്കെടുക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രസംഗീതത്തിലുള്ളത്. അതായത് ശബരിമലയുടെ അതേ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന അതേ രീതിയിൽ തന്നെയുള്ള എല്ലാ ഉത്സവ പരിപാടികളുമാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്, ഇവിടെ കാലാകാലങ്ങളായി നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആത്മസായുജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആത്മസമർപ്പണത്തിനായിട്ട് നമ്മൾ പല രീതിയിലുള്ള വ്രതങ്ങൾ നോക്കാറുണ്ട്. പക്ഷേ വ്രതം അയ്യപ്പൻ പടിയൂട്ടാൻ വേണ്ടി, ശബരിമല പടിയൂട്ടാൻ വേണ്ടി, അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ പടിയൂട്ടാൻ വേണ്ടി മാലയിടുന്ന സമയത്ത് അവൻ സ്വയം ഭഗവാനായി മാറുകയാണ്. അവന് പിന്നെ അയ്യപ്പനാണ്, അയ്യപ്പ സ്വാമിയാണ്. അതുപോലെ ഇവിടെ എഴുതി വെച്ചിരുന്ന സംഗതിയുണ്ട്, തത്വമസി. നമ്മുടെ എല്ലാവരുടെയും അന്വേഷണം ചെയ്ത് എത്തുന്നത്, നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത് ഭഗവത് സങ്കല്പത്തിലാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പക്ഷേ അത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ ആരെയാണോ അന്വേഷിക്കുന്നത്, ആ അന്വേഷിക്കുന്ന വ്യക്തി നിങ്ങൾ തന്നെയുണ്ട്. നീയാണ് ഞാനും നീ ഒന്നാണ് എന്നുള്ള സങ്കല്പമാണ് ഈ ക്ഷേത്ര സംഗീതത്തിലുള്ളത്. അത്തരത്തില് ഏകോദര സഹോദരന്മാരായി സഹോദരത്തോട് നടത്തുന്ന ഈ ഉത്സവത്തിന് തിരിഞ്ഞിരിക്കുന്ന ഈ അവസരത്തില് ഇവിടെ എത്തിയിരിക്കുന്ന ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ ക്ഷേത്ര വ്യവസ്ഥയുടെ അധ്യക്ഷൻ ശ്രീ കെ രാധാകൃഷ്ണ അവർക്ക് ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ആദരണീയനായ ശ്രീ ബി സുനിൽകുമാർ അവர்களാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു കാലഘട്ടത്തില് നമ്മുടെ സിനിമാ ലോകത്തിന്റെ നിറസാന്നിധ്യമായി ആയിരുന്നതും ഇപ്പോൾ നമ്മുടെ കുടുംബ സദസ്സുകളിൽ നിറസാന്നിധ്യമായി വർദ്ധിക്കുന്ന ശ്രീ മല്ലിക സുഭാൻ അവர்களാണ്. ആ മാന്യത്തെ ഈ യോഗത്തിലേക്ക് അതീവ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആശംസ എത്തിയിട്ടുള്ളത് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ കെ സുദേവൻ അവர்களാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി
നമ്മുടെ മാതൃസഭയുടെ അധ്യക്ഷയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷയുമായിട്ടുള്ള ശ്രീമതി ഗീതാകുമാരി എസ്, അവരെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ചടയമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രോപദേശ സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ മഠത്തിൽ മോഹനപിള്ളയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തായി അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഐല്യ എം.ആർ. പിള്ളയാണ്. ഇത് അസുഖ നിമിത്തം എത്താൻ സാധിക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്തായി നമ്മുടെ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സബ് ഓഫീസർ ശ്രീമതി ദീപ്തി PJ അവരുടെയാണ്. അവരെയും ആ മാനേജത്തെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സ്വാമി ശരണമയ്യപ്പ. ബഹുമാന്യനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം കമ്മീഷണർ ശ്രീ B. സുനിൽകുമാർ അവർ നമ്മുടെ ഈ യോഗത്തില് വിശിഷ്ട അതിഥിയായ പ്രശസ്ത സിനിമാ താരം ശ്രീമതി മല്ലിക സുകുമാരൻ, ഈ യോഗത്തില് സ്വാഗതം ആശംസിച്ച ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. രാജേഷ് കുമാർ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K. സുദേവൻ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഗീതാകുമാരി S, ചടയമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രോപദേശ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ മഠത്തിൽ മോഹനപിള്ള, ചടയമംഗലം ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ ശ്രീമതി ദീപ്തി PJ, ഈ യോഗത്തില് നന്ദി രേഖപ്പെടുത്തുന്ന ക്ഷേത്രോപദേശക സമിതിയുടെ സെക്രട്ടറി ശ്രീ സതീഷ, ക്ഷേത്രോപദേശ സമിതിയുടെ ഭാരവാഹികൾ, ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ വിവിധ മീഡിയാസിനെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർ, പ്രബുദ്ധരായ ഭക്തജനങ്ങൾ, സ്നേഹനിധികളായ നാട്ടുകാരെ, ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം ഇന്ന് സമാരംഭിക്കുകയാണ്. ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം നമ്മുടെ ദേശീയ ഉത്സവമായി മാറിക്കഴിഞ്ഞു. നൂറ്റാണ്ടുകളുടെ ചരിത്ര സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ജടായുപാറയുമായി നിലകൊള്ളുന്ന ജടായുമംഗലം എന്ന ചടയമംഗലത്തിന്റെ മുഖച്ഛായ തന്നെ മാറുന്ന മാസ്മര ശക്തിയുള്ള ഒരു ഉത്സവമായി നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം മാറിക്കഴിഞ്ഞു. ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രം ഒരു കാലയളവില്, പഴമയുടെ കാലയളവിൽ ഒരു ആയിരവല്യ ക്ഷേത്രമായിരുന്നു. ഈ ആയിരവല്യ ക്ഷേത്രത്തെ അയ്യപ്പ ക്ഷേത്രമായി രൂപകൽപ്പന ചെയ്തത് പിള്ളവീട്ടിൽ ശങ്കരപിള്ള എന്ന ഭക്തനാണ്. കൊല്ലവർഷം 1118 ഈ ക്ഷേത്രത്തിൽ അയ്യപ്പന്റെ വിഗ്രഹം നാട്ടിലെ ഭക്തജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് നടത്തുകയുണ്ടായി. കൊല്ലവർഷം 1121 ഈ ക്ഷേത്രത്തില് അദ്ദേഹം തന്നെ 18ാം പടിയും പണിഞ്ഞു. അതോടുകൂടി ഈ ക്ഷേത്രത്തിന്റെ മുഖച്ഛായ തന്നെ മാറുകയും ശബരിമലയുടെ രൂപവും ഭാവവുമുള്ള ഈ ക്ഷേത്രം പൂർണ്ണമായും ഒരു അയ്യപ്പ ക്ഷേത്രമായി മാറുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഉത്സവത്തിന്റെ സ്വഭാവം മാറി. ആയിരവല്യ ക്ഷേത്രത്തിന്റെ കാലയളവിൽ ഈ ക്ഷേത്രത്തിൽ കുതിരയെടുപ്പ് വരെ ഉണ്ടായിരുന്നു എന്നാണ് പഴമക്കാരിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. എന്നാൽ തിരിച്ച് അയ്യപ്പ ക്ഷേത്രമായി മാറിക്കഴിഞ്ഞപ്പോൾ ശബരിമല എന്ന പോലെ ഈ ക്ഷേത്രത്തില് നാനാ കരകളിൽ നിന്നും ഭക്തജനങ്ങൾ പേട്ട തുള്ളുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.
കൊല്ലം ജില്ലയിലെ പ്രമുഖമായി ഉത്സവം നടക്കുന്ന ഈ ക്ഷേത്രമായി മാറിക്കഴിഞ്ഞു. ശബരിമലയിൽ എന്ന പോലെ ഈ ക്ഷേത്രത്തിൽ പടിപൂജ നടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ക്ഷേത്രത്തില് ഭക്തജനങ്ങൾ വ്രതം നിന്ന് 18ാം പടി ചവിട്ടി സായുജ്യം പടയുന്നു. ഈ ക്ഷേത്രം അത്യപൂർവമായി മാത്രം, ശബരിമല കഴിഞ്ഞാൽ പിന്നെ അത്യപൂർവമായി മാത്രം പടിചവിട്ടുന്ന ഒരു ക്ഷേത്രമാണ്. ഒരു പുത്തൻ ശബരിമല എന്ന പേരിൽ തന്നെ ഈ ക്ഷേത്രം രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു, ഭക്തജനങ്ങളെ ആകർഷിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ക്ഷേത്രത്തെ ഭക്തജനങ്ങൾ സ്ത്രീകളുടെ ശബരിമല എന്ന് വിളിക്കുന്നു. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ഈ ക്ഷേത്രത്തിലെത്തി ശ്രീ കുഞ്ഞയ്യപ്പ ഭഗവാനെ നേരിൽ കണ്ട് വണങ്ങുന്നതിനാലാണ് ഭക്തജനങ്ങൾ തന്നെ ആ പേരിൽ ഈ ക്ഷേത്രത്തെ വിളിക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ പടി ചവിട്ടുന്ന സംഗതിയിൽ ശബരിമലയിൽ എന്ന പോലെ തന്നെ പ്രായത്തിന്റെ ഒരു നിയന്ത്രണം ഈ ക്ഷേത്രത്തിലും ദേവസ്വം ബോർഡിന്റെ അറിവും സമൂഹത്തോടു കൂടി തന്നെ ഭക്തജനങ്ങൾ പാലിക്കുന്നുണ്ടെന്നുള്ളത് ഒരു വസ്തുതാപരമായ സംഗതിയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ നമ്മളിവിടെ ദേവസ്വം കമ്മീഷണർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളില് ഈ ക്ഷേത്രോപദേശക സമിതി പരമാവധി ഭക്തജനങ്ങളുമായി ആലോചിച്ചുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ശ്രീകോവിലിന്റെ പുനർനിർമ്മാണം, ഗണപതി ഭഗവാൻ ക്ഷേത്രത്തിന്റെ നിർമ്മാണം, മാളികപ്പുറത്തമ്മയുടെ നിർമ്മാണം, അതോടൊപ്പം തന്നെ ഈ നടപ്പന്തലിന്റെ നിർമ്മാണം, ഇതെല്ലാം തന്നെ ഭക്തജനങ്ങളുമായും ആലോചിച്ചും തിരുവാഭരണ ട്രസ്റ്റുമായും ആ സമയം തിരുവാഭരണ ട്രസ്റ്റുമായും ആലോചിച്ചും ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ സാമ്പത്തിക സഹായത്തിന്റെ ഫലമായിട്ടും ഈ കഴിയുന്നത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഏതാനും നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന ഫയലുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ട്. ബഹുമാന്യനായ ദേവസ്വം കമ്മീഷണറെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്നുള്ള കാര്യത്തിൽ നമ്മൾ സമീപിക്കുമ്പോൾ ആ വസ്തുതകൾ മനസ്സിലാക്കി അദ്ദേഹത്തിൽ നിന്ന് നമുക്കൊരു സഹായം ലഭ്യമാകുന്നുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് നാം പ്രതീക്ഷിക്കുകയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ആരംഭിക്കുന്ന ഈ ഉത്സവത്തില് വളരെ പ്രമുഖമായ എല്ലാ കലാപരിപാടികളും, കഥകളി ഉൾപ്പെടെ ഓരോ ദിവസവും ഓരോ കലാപരിപാടിയോട് കൂടിയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ആത്മീയമായ മണ്ഡലത്തിലൂടെ ഭക്തജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയും അതോടൊപ്പം തന്നെ ഉത്സവ ലഹരിയിൽ ആറാടുന്നതിനുള്ള സന്ദർഭവും ഈ ക്ഷേത്രസന്നിധിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. ഇവിടെ വിവിധ തുറകളിലുള്ള ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു, ക്ഷേത്രത്തിന്റെ വികസനങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൽ നിന്നും പരമാവധി സാമ്പത്തിക സഹായം വാങ്ങിച്ചുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ ശ്രദ്ധിക്കുന്നതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി സമാരാധ്യനായ നമ്മുടെ ദേവസ്വം കമ്മീഷണർ ശ്രീ ബി സുനിൽകുമാർ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതിന് തൊട്ടു മുമ്പ് നമ്മുടെ ദേവസ്വം കമ്മീഷണറും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രശസ്ത സിനിമാ താരം ശ്രീ മല്ലിക സുകുമാരനും കൂടി ഭദ്രദീപം പ്രകാശനം ചെയ്യുന്നതാണ്. ഓടി മുമ്പ് കയറി ആരാധനയുടെയും ആഘോഷ പരിപാടികളുടേതായി ഗ്രാമപഞ്ചായത്തുകൾ
പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പദ്ധതിയിലെത്തി ഇതിൻ്റെ സാംസ്കാരിക തുടക്കം കുറിക്കുകയാണ്. ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളും നാട്ടുകാരുമുള്ള വലിയ ഒരു സദസ്സ് തന്നെ ഉണ്ട്. സാംസ്കാരിക സംഘടനത്തിൻ്റെ ആദ്യങ്ങൾ (2026) ചടയമംഗലത്തിൻ്റെ ദേശീയോത്സവമായ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ തിരി തെളിഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് കമ്മീഷൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ, ഒപ്പം സിനിമാ താരം മല്ലിക സുകുമാരനും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ചേർന്ന് ഈ മഹോത്സവത്തിൻ്റെ തിരി തെളിച്ചിരിക്കുന്നു. സ്വാമി ശരണമയ്യപ്പ. എല്ലാവർക്കും നമസ്കാരം. വളരെ ശുഭകരമായ സായാഹ്നത്തിൻ്റെ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണപിള്ള സാർ എന്നെ സമീപിച്ചു. അദ്ദേഹത്തിന് തന്നെ വളരെ നിർബന്ധമായിരുന്നു ഞാൻ തന്നെ വരണം. ഞാൻ പറഞ്ഞു, നമ്മുടെ ജയകുമാർ സാറാണല്ലോ പ്രസിഡന്റ്, അദ്ദേഹത്തിന് ക്ഷണിക്കാമായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത്തവണ സാറ് തന്നെ വരണമെന്നുള്ള നിർബന്ധം. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മരുമകനെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ആ ഒരു സ്നേഹവും കൂടി കണക്കിലെടുത്താണ്. അതുപോലെ തന്നെ ശബരിമലയെ പോലെ തന്നെ പ്രാധാന്യമുള്ള 18 പടികളുള്ള ഒരു ക്ഷേത്രമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു കൗതുകവും എന്നിലുണ്ടായി. ഇവിടെ വന്നത് കാണണമെന്നുള്ളൊരു മോഹമുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ എത്താൻ സാധിച്ചത്. ഏതായാലും നിങ്ങൾക്കെല്ലാം അറിയാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയൊരു ഭരണസമിതി ചുമതലയേറ്റിട്ടുണ്ട്. ശബരിമലയെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള ഒരു പ്രസിഡന്റിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു മെമ്പർ നമ്മുടെ തന്നെ ഈ പരിസര വാസി തന്നെയാണ്, അഡ്വക്കേറ്റ് കെ രാജു, പഴയ മന്ത്രിയുമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനത്തിനെല്ലാം അവരുടെ ഒരു കൂട്ടായ സഹായവും പ്രയത്നവും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പു തരികയാണ്. അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും രാധാകൃഷ്ണൻ സാർ എന്നോട് സൂചിപ്പിച്ചിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഈ വഴിയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അത് സബ് ഗ്രൂപ്പ് ഓഫീസറുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അത് സംബന്ധിച്ചുള്ള നടപടികൾ എന്താണെന്നുള്ളത് അടിയന്തരമായി തന്നെ ബോർഡ് ഓഫീസിലേക്ക് എത്തിച്ച് നമുക്കതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. പിന്നീട് ആദ്യമായി പറയാനുള്ളത്, ഇത്തവണ ശബരിമലയിലെ വിഷയങ്ങളെല്ലാം നമുക്കെല്ലാം കേട്ടറിവുള്ളതാണല്ലോ. ഇപ്പോൾ നമുക്ക് ഈ വർഷത്തെ തീർത്ഥാടന കാലം തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടായ ഒരു സംശയം, ഇത്തവണ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെയൊക്കെ എണ്ണം എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം സംശയിച്ചത്. പക്ഷേ അതിനെല്ലാം വെല്ലുന്ന രീതിയിലുള്ള തീർത്ഥാടക പ്രവാഹമാണ് ആദ്യ ദിവസം മുതൽക്ക് തന്നെ ശബരിമലയിൽ നമുക്ക് കാണാൻ കഴിയും. കാര്യം, നമ്മൾ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുഴുവൻ സ്ലോട്ടുകളും ബുക്ക് ചെയ്തു വന്നൊരവസ്ഥയാണ് കണ്ടത്. അപ്പം ശരിക്കും പറഞ്ഞാൽ പോലീസ് തന്നെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് തന്നത് ഇത് ശരിക്കുള്ള ബുക്കിംഗ് ആണോ എന്നുള്ളത്, അതേ ബോഗസ് ബുക്കിംഗ് ആണോ എന്നുള്ളത് പരിശോധിക്കണമെന്ന് തന്നെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആദ്യ ദിനങ്ങളിൽ തന്നെ വന്ന തിരക്ക് നമ്മുടെ എല്ലാം കണ്ണു തുറപ്പിച്ചു. അതിനുശേഷം വേണ്ട ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് അയ്യപ്പസ്വാമി തന്നെ നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആദ്യം 41 ദിവസം കൊണ്ട് തന്നെ ഏകദേശം 30 ലക്ഷത്തിലകം അധികം തീർത്ഥാടകർ ശബരിമലയിൽ വന്നു. ബാക്കി ഇനിയുള്ള മകരവിളക്ക് മഹോത്സവത്തിലും ഏകദേശം 1 ലക്ഷം ആൾക്കാർ വീതമാണ് സന്നിധാനം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വരുമാനം തന്നെ ഏകദേശം
500 കോടി ക്ലബിലേക്ക് അടുക്കുകയാണ്. നമുക്ക് അരവണ വിൽപ്പനയിൽ മാത്രമാണ് കുറച്ച് പ്രശ്നങ്ങൾ ഇത്തവണ നേരിടേണ്ടി വന്നത്. ബാക്കി ക്രമീകരണങ്ങളെല്ലാം വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ശബരിമലയുടെ വികസനത്തിനും അതുപോലെ തന്നെ ബോർഡിൻ്റെ കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങൾ 1252 ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ സന്ദർശിച്ച് എത്തുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. എങ്കിലും കഴിയുന്നത്ര ക്ഷേത്രങ്ങളിലെല്ലാം ഞാൻ പോകാനും നേരിട്ട് സ്ഥിതിഗതികൾ മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കും ഇതിൻ്റെ മറ്റ് വികസനത്തിനുമെല്ലാം പൂർണ്ണ തോതിലുള്ള സഹായം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പു തരികയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കരിയായ അലി ചേച്ചിയുണ്ട്. എല്ലാവർക്കും പിന്നെ കലാപരിപാടികൾ ഇനി ആരംഭിക്കാനിരിക്കുന്നു. അധികം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ മകരവിളക്ക് മഹോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞു. അടുത്തതായി സുപ്രസിദ്ധ സിനിമാ താരം ശ്രീമതി മല്ലിക സുകുമാരൻ. പ്രശസ്തയായ സിനിമാ താരം എന്നതിലുപരി അതുപോലെ തന്നെ മാതൃത്വവും നമ്മളെ മുമ്പിൽ പ്രതിഫലിപ്പിക്കുന്ന കുടുംബിനിയും നല്ല എല്ലാ സംഗതികളിലും വളരെ കാര്യശേഷിയോടുകൂടി അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന പ്രശസ്ത സിനിമാ താരത്തിനെ നിങ്ങൾ ഏവരുടെയും അനുഭവത്തോടു കൂടി ഞാൻ സംസാരിക്കുന്നതായി ക്ഷണിക്കുകയാണ്. സ്വാമിയെ അയ്യപ്പ. ബഹുമാന്യനായ അധ്യക്ഷൻ വേദിയിലുണ്ട്. അദ്ദേഹം എന്തൊക്കെയോ എന്നെക്കുറിച്ച് ഇപ്പം ഇവിടെ പറഞ്ഞതൊന്നും അല്ല. ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് അയ്യപ്പ ക്ഷേത്രത്തിൽ ചോറൂണം നടത്തി വളർന്നു വന്നൊരു കുട്ടിയാണ്. തൈക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ. അപ്പം എൻ്റെ ചോറൂണ് മുതൽ അവിടെയാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ ജ്യേഷ്ഠൻ്റെ. ആദരണീയനായ ദേവസ്വം ബോർഡ് കമ്മീഷണർ സുനിൽകുമാർ സാർ ഇവിടെയുണ്ട്. പ്രസിഡന്റ് ഉത്സവ കമ്മിറ്റി രാജേഷ് കുമാർ സാറുണ്ട്. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുദേവൻ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഗീതാകുമാരി, ശ്രീ പടത്തിൽ മോഹനൻ പിള്ള സാറുണ്ട്, ശ്രീമതി ആയില്യ എം.ആർ. പിള്ള, ശ്രീമതി ദീപ്തി എം. ശ്രീ സതീഷ്. എല്ലാവരെയും എനിക്ക് ഈ പേരുകളിലൂടെ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. പക്ഷേ സുനിൽകുമാർ സാറ് ആരോ പറഞ്ഞാൽ ഒരു ഘോര വനത്തിലേക്ക് കയറിയ സ്വയകാലത്താണ് കയറിയത്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പം അനുഭവിക്കുന്ന തലവേദനയുടെ ഏറെക്കുറെയൊക്കെ എനിക്ക് ഊഹിക്കാൻ സാധിക്കും. കാരണം ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട്, പല വ്യക്തികളുമായിട്ടും പ്രമുഖരുമായിട്ടും അടുപ്പവും സംവേദനവും സമ്പർക്കവും ഒക്കെ നമ്മൾ ഈ ഒരു സിനിമയിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ കൂടെ ചേരാതെ നമ്മൾ പെരുമാറുന്നത് കൊണ്ടും പൊതുവായ ചില ട്രോൾ ശത്രുക്കളല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ള പ്രമുഖരൊന്നും ഒരു ശത്രുതയൊന്നുമില്ല. എല്ലാവരോടും സ്നേഹമാണ്. ഇന്നത്തെ ദിവസം ഈ ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം ആരംഭിക്കുകയാണ്. ഒരുപാട് കാലം നിങ്ങൾക്ക് പലർക്കും അറിയാം, നിലമേല് ആ ജംഗ്ഷനിൽ കടക്കലോട്ട് തിരിയുമ്പോൾ ഇടതുവശത്ത് കാണുന്ന ആ കെട്ടിടം എൻ്റേതായിരുന്നു. സ്യമന്തകം കല്യാണ മണ്ഡപം എന്ന പേര്. അതിൻ്റെ ഉദ്ഘാടനമൊക്കെ എല്ലാവരും, അതായത് അന്ന് ശ്രീ കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ ശ്രീമതി ഗൗരിയമ്മ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കുടുംബത്തിലെ ഒരു അഭ്യുദയകാംക്ഷി ആയതുകൊണ്ട് ഗൗരിയമ്മയുണ്ടായിരുന്നു, കരുണാകരൻ സാറുണ്ട്. എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രമുഖരായ വ്യക്തികൾ വന്ന് സുഖമായിട്ടുള്ള സമയത്താണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നു. 10-22 മുറി കടകളും അതിൻ്റെ മുകളിൽ ഒരു കല്യാണ മണ്ഡപമൊക്കെ ആയിട്ട് ഞാനൊരു 5-6 കൊല്ലമൊക്കെ നോക്കി. അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഒരു 3-3.5 കൊല്ലം നോക്കി. പിന്നീട് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് പലരോടും, കാരണം എനിക്ക് ഇവിടെ നിന്നില്ലെങ്കിൽ സംഗതികൾ കൈവിട്ടു പോകുന്നത് പോലെയുള്ള പല കാര്യങ്ങളും ഉണ്ടായി. അതിലൊരു വിഷമമുണ്ട്. എനിക്കത്
എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നിട്ട് കൊടുത്തതാണെങ്കിൽ നമുക്കൊരു സങ്കടമില്ല. ഇത് ഒറ്റയ്ക്ക് വന്ന് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അത് ഞാൻ എന്തും ശ്രീ കെ നായർ എന്ന് പറയുന്ന അസാമാന്യ കരുണാമയനും പ്രതിഭാശാലിയും നർമ്മരസപ്രധാനിയുമായ അദ്ദേഹത്തിനെ സ്മരിക്കാറുണ്ട്. കാരണം ഒരു ദിവസം രാത്രി ഫോൺ വന്നു, തൊട്ടടുത്ത് ചേച്ചിയുടെ കെട്ടിടത്തിൻ്റെ അരികിലൂടെ വലിയൊരു കുഴിയൊക്കെ കുഴിച്ച് എന്തോ ഒരു ഫൗണ്ടേഷനാണോ മതിലാണോ എന്നറിയത്തില്ല, തൊട്ടപ്പുറത്തെ പുരയിടം വാങ്ങിച്ച ആളിൻ്റെ പണി നടക്കുന്നു, അത് ദോഷം ചെയ്യും, ഒരു 1.5 മീറ്റർ മാറി വേണം ഇത് പണിയാൻ. ഈ കോൾ എനിക്ക് ഫോൺ വരുന്നത് അന്ന് വീട്ടിൽ മൊബൈലല്ല, വീട്ടിലെ ഫോണിൽ വന്നു. ഒരു 10-10:30 മണിയായിരുന്നു. എന്ത് ചെയ്യും? എനിക്ക് നേരം വെളുത്തെങ്കിലേ വരാനൊക്കത്തുള്ളൂ. കുട്ടികളൊക്കെ സ്കൂളിൽ സൈനിക സ്കൂളിൽ പഠിക്കുകയാണ്. ഒരാൾ കോളേജിൽ നാഗർകോവിലും പൃഥ്വിരാജ് സൈനിക സ്കൂളിലാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ എല്ലാവരെയും വിളിച്ചു. നേരം വെളുത്തുടനെ ഞാൻ ശ്രീ കെ നായരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ശാരദ ടീച്ചർ അന്നും ഇന്നും എന്നും എനിക്കൊരു മൂത്ത സഹോദരിയെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ ചെറിയ വിഷമമുണ്ട്, പോകാൻ അന്വേഷിക്കാനും പോകാനും ഇതിലിടപെട്ട് സംസാരിക്കാനും ഒക്കെ തൽക്കാലം ആരുമില്ല, ഞാനും എൻ്റെ കൂടെ നിൽക്കുന്നവരും മാത്രമേ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കാര്യം എന്ന് പറയുന്നു. ഞാനന്ന് AKG സെൻറ്ററിൻ്റെ എതിർവശത്തൊരു ഫ്ലാറ്റിൽ ആണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. അതായത് അല്ല, അത് കന്റോൺമെൻറ് ഹൗസിൽ എവിടെയാണ് ഞാൻ ചെന്ന്, അല്ല മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ്, ശരിയായി ഇപ്പുറത്തായിരുന്നു തോന്നുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി ആയി, പക്ഷെ എന്നും ഓഫീസിൽ പോകാൻ ഒരു ആരോഗ്യപരമായ കാരണങ്ങളുണ്ടെന്ന് അദ്ദേഹം വീട്ടിലുണ്ട്. മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ചെന്ന് പറഞ്ഞു. എനിക്ക് ഇന്നും മറക്കാനാവാത്ത കാര്യം, അതിൻ്റെ തിക്തഫലം അനുഭവിച്ചവർക്കറിയാം. തിക്തഫലം എന്ന് പറയാൻ അവരെ ഒന്നും ദ്രോഹിച്ചില്ല. അദ്ദേഹം ചെയ്തത്, മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വിഷമം വന്നു പറഞ്ഞ് ഒരാഴ്ചത്തേക്ക് ആ പ്രദേശത്ത് ഈ JCB ബുൾഡോസറൊന്നും ഉപയോഗിക്കരുതെന്ന് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അപ്പോൾ എനിക്ക് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ഫോൺ വരുന്നു, ഇങ്ങനെ ഒരു ഉത്തരവുണ്ട്, വേറെ കൊണ്ടല്ലേ എന്തോ ഒരു ചെറിയ മാഡത്തിൻ്റെ കെട്ടിടത്തിന് വളരെ കേട് സംഭവിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ ഒന്ന് വന്നാലുള്ള ഞാൻ വരികയാണ് സാർ. അല്ലെങ്കിൽ ഞാനവിടെ ചെല്ലുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടവരെ കാണുന്നു. അത് അവസാനം ശ്രീ കെ നായർ എന്ന് പറയുന്ന, സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു നല്ല മനസ്സിൻ്റെ ഉടമ. കാരണം എൻ്റെ പാർട്ടി ഏതാണെന്നോ ഞാൻ പിടിക്കുന്ന പൊടിയുടെ നിറമെന്നോ ഒന്നും അദ്ദേഹം ചോദിച്ചിട്ടില്ല. അദ്ദേഹം ഇട്ട ഓർഡർ എന്ന് പറയുന്നത് ഒരാഴ്ചത്തേക്ക് ഇത് ഉപയോഗിക്കരുത്, മതിലിൽ നിന്ന് 1.5 മീറ്റർ മാറി വേണം കോമ്പൗണ്ട് വാൾ കെട്ടാൻ. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ഉത്തരവനുസരിച്ച് നടപ്പാക്കി മനസ്സമാധാനമായിട്ട് വീണ്ടും കുറച്ച് നാളും കൂടെ അവിടെ നിന്നു. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമല്ലേ. നമ്മൾ ദൈവത്തിനെ വിളിക്കും, വലിയ തലവേദന ഒന്നുമില്ലാതെ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം എന്നുള്ള ഇത്. കാരണം കുട്ടികളെ കിട്ടുന്നില്ല ഒന്നിന്. അങ്ങനെയാണ് ഞാനത് കൊടുത്തത്. ഒത്തിരി കാലം അത് അവിടുത്തെ ഇപ്പോഴും ഞാൻ അതുവഴി പോകുമ്പോൾ ഞാൻ ആ കടകളും ഹോളും ഒക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. ഒരുപാട് നാൾ ഞാൻ എൻ്റെ ഓഫീസ് റൂമിൽ വന്നിരിക്കുകയും കല്യാണം ബുക്ക് ചെയ്യാനോ മറ്റ് ഫംഗ്ഷൻ ബുക്ക് ചെയ്യാനോ ഒക്കെ വരുമ്പോൾ പരിചയത്തിൻ്റെ പുറത്ത് കുറച്ച് തുക കുറയ്ക്കണം. കുറച്ചെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. ഒരു കറണ്ട് ബില്ലടയ്ക്കാൻ പോയിട്ടുള്ള തുകയൊന്നും ഞാൻ ചാർജ് ചെയ്തിട്ടില്ല അവിടെ. എന്തായാലും അതൊരു കഥ. അതൊക്കെ ഞാൻ പറയാൻ കാര്യം, നിലവിലുമായിട്ട് എനിക്കുള്ള ബന്ധം അത്രത്തോളം ഒരു ആത്മീയമാണ് എന്ന് സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രമാണ്. അന്ന് ഞങ്ങളുടെ ആ മണ്ഡപത്തിൻ്റെ അടുത്തുമുണ്ട് ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം, ഇന്നും അതവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഒരു കയറ്റം കയറി പോകുന്നത്. അതിനുശേഷം എത്രയോ കൊല്ലങ്ങൾ കഴിയുന്നു. ചടയമംഗലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓരോ കടയും ഓരോരുത്തർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിലാണ് ഞാൻ വന്നെങ്കിലും എൻ്റെ ഒപ്പിടുന്നതൊക്കെ. ഇതെല്ലാം കഴിഞ്ഞ് കുറേ കൊല്ലം കഴിഞ്ഞ് ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സദസ് ഞാൻ വരാം, രാത്രിയിലെ ഒരുപാട് ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വിടണം. കാരണം പിള്ളേർ പറയും സന്ധ്യയ്ക്ക് ഉപരി വരണം. അമ്മയ്ക്കിപ്പോൾ പഴയതുപോലെ ഒന്നുമല്ല, എനിക്ക് വയസ്സായി, എനിക്കും അറിയാം, മക്കൾ കൂടെ ഓർമ്മപ്പെടുത്തും. എന്നാലും എണ്ണപ്പെട്ടവരൊക്കെ ഉണ്ട്. കാരണം കൂടെ വരാനും പോകാനും ഒക്കെ പരിഹാരം എത്ര ഉണ്ടെങ്കിലും ഭഗവാൻ വേണമല്ലോ നമ്മളെ പരിഹരിക്കും. അത് കൂടെ 6 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോഴൊക്കെ ഈ പറഞ്ഞതുപോലെ ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് എന്തിനും ഇറങ്ങും.
അന്നും ഇന്നും എപ്പോഴും ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്. ശബരിമലയും ഗുരുവായൂർ ക്ഷേത്രം, ആറ്റുകാലമ്മ, കരിക്കകത്തമ്മ, ഇവിടെയൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാൻ അറിയാം. ഞാൻ പോകും. എല്ലാ ഉത്സവങ്ങളിലും ഞാൻ ബന്ധപ്പെട്ട് എൻ്റേതായ വഴിപാടുകൾ ഞാൻ അവിടെ നടത്തും. ഇതൊക്കെ തുടർന്ന് കൊണ്ടുപോകാൻ ഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ശക്തിയും എൻ്റെ മനസ്സമാധാനവും. ഇന്നിപ്പോൾ എൻ്റെ മക്കൾ ഈ പറഞ്ഞതുപോലെ ഈശ്വരകാരണത്തിൽ അവർ നല്ല നിലയിലൊക്കെ എത്തി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒരുപാടൊന്നും വേണേ ഭഗവാനെ ലോട്ടറി അടിക്കണേന്നൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുമില്ല. എനിക്കോട്ട് വേണ്ടേ തന്നതേ മഹാഭാഗ്യവും നമ്മൾ വിചാരിച്ചതിലപ്പുറത്തേക്കാണ്. പിന്നെ എന്തിനാടി നിനക്ക് ഈ അഹങ്കാരം പിന്നെയും പിന്നെയും വേണം? അങ്ങനെ ഒരു ചിന്ത എൻ്റെ ജീവിതത്തിലില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. അമ്പലങ്ങളിൽ പോയാലും ഞാൻ മുമ്പിൽ കേട്ടോണ്ടിരിക്കുകയാണ് അയ്യപ്പൻ. ഞാൻ പറയുന്നത് അതാ, ഭഗവാനെ ശരീരസുഖം, മനസ്സമാധാനം, അസുഖങ്ങളൊന്നുമില്ലാത്തൊരു ജീവിതം. പിന്നെ മക്കളായാലും മരുമക്കളായാലും കൊച്ചുമക്കളായാലും അവർക്ക് ഒരു നല്ല സന്തോഷകരമായ ജീവിതം. ഇത്രയൊക്കെ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ഈ സാമ്പത്തിക നേട്ടത്തിനൊന്നും പറഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കയ്യിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ എല്ലാവർക്കും. ആരെയും ഒരു രൂപ പറ്റിച്ചിട്ടില്ല, ഒന്നിലും ഞാൻ ഇടപെട്ടിട്ടില്ല. അങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്. ശത്രുക്കൾ കൂടുതലാണ് നമുക്ക്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ശത്രുക്കൾ അല്ലേ? നമ്മളെന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അതിനെ വിമർശിക്കാൻ ട്രോളെന്നുള്ള പേരിൽ ഒരു 25 പേര്. ഒറ്റ കാര്യം ഞാൻ ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് സത്യസന്ധമായിട്ട് പറയുകയാണ്. എൻ്റെ മകനായതുകൊണ്ടല്ല, ഒരു ചെറിയ കള്ളം സുഗന്ധനുണ്ടാക്കുന്ന സ്വഭാവം എൻ്റെ സുഗന്ധ ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ പറയുന്നത് എന്തിനത് ഉള്ള സത്യം പറയണം. ആർക്കൊക്കെ ഇത് കേട്ടിട്ട് പിടിക്കാത്ത സത്യം പറയണം. ആ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഒരു വിഷമം കാണും, പക്ഷെ അത് 24 മണിക്കൂർ കൊണ്ട് മാറും. ഒരു നുണ പറഞ്ഞാൽ നമ്മളെ കാണുമ്പോഴെല്ലാം അവരുടെ മനസ്സിലെന്താ തോന്നുക? നല്ല പുള്ളിയാണ്, നമ്മുടെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ സാധനം വാങ്ങിയത് എന്നും പറയും. അത് ഞാൻ എപ്പോഴും വിചാരിക്കും, ഒരു പരിധി വരെ എൻ്റെ ഇളയ മകനിപ്പോൾ എന്നോട് പറയാറുണ്ട്, അമ്മ ആൾക്കാർ പലതും പറയും, ഇതൊക്കെ അവരുടെ ജീവൻ പ്രശ്നമാണ്. അത് ട്രോള് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഞാൻ പറയാതെ എന്നെക്കാട്ടും നല്ലതുപോലെ അറിയാൻ വേണ്ടിയിരിക്കുന്ന പല പ്രമുഖർക്കും സിനിമയും രാഷ്ട്രീയവും ചീത്ത പറയാൻ എളുപ്പമുള്ള 2 ഫീൽഡ. ചുമ്മാ ഭരിക്കുന്നവരെ കുറ്റം പറഞ്ഞോളാം. ഒരു മതിലിടി വീണാലും മന്ത്രി എവിടെ മതിലിടി നടത്ത് മന്ത്രി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല പറയുന്നത്. എന്താണ് ആ മതിലിടിയുന്നതിന് മുമ്പ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ പറഞ്ഞെങ്കിൽ ഇതൊക്കെയല്ലേ ചോദിക്കേണ്ടത്. അപ്പൊ എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിച്ച് ഇല്ലാത്ത കഥകളുണ്ടാക്കി പൊടിപ്പും തൊങ്കലും ഒക്കെ വെച്ച് ഇങ്ങനെ പറയാം. പക്ഷെ ഒരു സത്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു തെറ്റും ചെയ്യാത്ത ആരെയെങ്കിലുമൊക്കെ എന്ന് മുതൽ വിമർശിക്കാനും നുണ പറഞ്ഞ് നമ്മളെയൊക്കെ ഒരു ചീത്തയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. പണ്ടൊക്കെ എൻ്റെ അമ്മ പറയും പിന്നെ അവളെ, ഇപ്പം അങ്ങനല്ല, അപ്പോഴപ്പം കൊടുക്കും. അപ്പൊ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ശ്രമം നടത്തുന്നവർക്ക് നമ്മുടെ കർമ്മത്തിൽ തന്നെ ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട്, ഒന്നായിട്ട് ഓരോന്നായിട്ട്. അപ്പോഴും ഞാൻ പറയുന്നത് അതാ, നമ്മൾ വിടുക. ചിലര് ട്രോൾ എഴുതുന്നതും സോഷ്യൽ മീഡിയ നടത്തുന്നതും മറ്റുള്ളവരെ തെറി പറഞ്ഞ് കാശുണ്ടാക്കാനാണ്. അത് അവന്റെ ജീവൻ മാർഗം, വേറെ നിവൃത്തിയില്ലായിരിക്കും. അത് വേണ്ടാത്തവരെന്തിനാണ് ഈ വൃത്തികെട്ട പണിക്ക് പോകുന്നത്? മാറി നിൽക്കുക. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പറയുമ്പോഴും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ ഒരു കാര്യം മറക്കാതിരിക്കുക. നമ്മളെല്ലാവരും വിളിക്കുന്ന സർവേശ്വരൻ ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലിരിപ്പുണ്ട്. മുതലും പലിശയും ചേർത്ത് അദ്ദേഹം തിരിച്ചു വാങ്ങിച്ചിരിക്കും. അല്ല എന്ന് വിചാരിച്ച് ചിരഞ്ജീവിയായിട്ട് ജീവിക്കുമെന്നല്ല. എല്ലാ മനുഷ്യരും 19 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ഭൂമിയിൽ പോകും. അതാണല്ലോ മനുഷ്യ ആയുസ് 80-85 ഇപ്പം പറയുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. ആ 85 വയസ്സ് വരെയോ 90 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന വ്യക്തികളോട് നമുക്കൊരു ബഹുമാനം തോന്നുന്നത് എങ്ങനെയാണ്? ദോഷം പറയുന്നത് കേട്ടോ, ജീവിച്ചിരുന്ന കാലത്ത് 500 രൂപ ചോദിച്ചാൽ അവർ 50 രൂപയെങ്കിലും എടുത്ത് തരും, ഒരു ചായ കുടിച്ചോടാന്ന് പറഞ്ഞ്. അങ്ങനെയുള്ള സൽപ്രവൃത്തികൾ ഈ പറയുന്നത് തങ്ങളാലാവും വിധമൊക്കെ ചെയ്യുക. അത് പറഞ്ഞുകൊണ്ട് നടക്കുക. എന്ത് ചെയ്താലും കുറേ ഒരു 6-7 ക്യാമറാമാന്മാർ. എന്തിനാണ് ഇതൊക്കെ? എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് എന്താ? വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്നാണ് എല്ലാ പുരാണ ഗ്രന്ഥങ്ങളിലും ഈ മറ്റുള്ള ഏത് മതത്തിലായാലും പറയുന്നത്.
പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു 10 ക്യാമറക്കാരെ കൂടെ കൊണ്ടു നടക്കുക, ചാനലിലും സോഷ്യൽ മീഡിയയിലും അത് വാർത്തയാക്കുക, ഇതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഈ ചോറുണ്ട് എനിക്ക് എൻ്റെ അന്നം തന്ന് വളർത്തിയ അന്നദാന പ്രഭുവിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഭഗവാനെ നല്ല ബുദ്ധി കൊടുക്കണം ചെറുപ്പക്കാർക്ക്. കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് അച്ഛനമ്മമാർ ചിട്ടിക്ക് ചേർന്നും പണയം വെച്ചും പലിശക്കെടുത്തും ഒക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് നിൽക്കുന്നു. ആ അച്ഛനും അമ്മയ്ക്കും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കുറേ കാലം ഒരു പൊടിയും പിടിച്ച് നടന്ന് ആരുടെയെങ്കിലുമൊക്കെ അടിവാങ്ങിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ നേരത്തെ എഴുതിഞ്ഞ് വായിക്കണേ പിള്ളേരൊക്കെ നാളെ കേരളത്തിലെ മന്ത്രിയാവും എന്നുള്ളത്. അതൊന്നും നടക്കുന്ന കാര്യമില്ല. അതൊക്കെ ദൈവത്തിൻ്റെ കളികളാണ് അതൊക്കെ. അപ്പോൾ ജീവിക്കുന്ന കാലത്ത് മാന്യമായിട്ട് സംസാരിക്കുക, സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കുക. മറ്റുള്ളവരുടെ വിമർശനം എപ്പോഴും വേണം. വിമർശനം ഉണ്ടെങ്കിലേ നമ്മൾ തിരുത്താൻ ശ്രമിക്കുള്ളൂ. പക്ഷേ ആ വിമർശനം പോലും നല്ല രീതിയിൽ പറയുക, നന്നായിട്ട് അത് മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ എടാ മാടാ പോടാ മറ്റവരെ മറിച്ചവരെ എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഈ ഭാഷ കൊണ്ട് നടന്നാൽ അതൊന്നും ശാശ്വതമായ ഒരു ജീവിതമാണെന്ന് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കാരണം എനിക്കിത് വലിയ സന്തോഷം. കാരണം ഇങ്ങനെ ഒരു ഉത്സവത്തിൻ്റെ അന്ന് അയ്യപ്പൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഇങ്ങനെയൊക്കെ പറയാനും ഇതിൽ ഒരു അതിഥിയായിട്ടെങ്കിലും പങ്കെടുത്ത് ഭഗവാനെ കാണാനും ഇതുപോലെ എന്നും ഭഗവാന്റെ പാദസേവയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ചൊന്ന് കാണാനൊക്കെ കിട്ടിയ അവസരങ്ങൾ ജീവിതത്തിലുണ്ടായ ഭാഗ്യദിനങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കൂടുതലൊന്നും പ്രസംഗിക്കുന്നില്ല, പ്രസംഗത്തിനുള്ള വേദിയുമല്ല ഇത്. പക്ഷെങ്കിലും വരുമ്പോൾ എല്ലാവരോടും 2 വാക്ക് പറയണമല്ലോ. അതുകൊണ്ട് ശ്രീ ധർമ്മശാസ്താവേ, അയ്യപ്പ, ഹരിഹരസുതനെ ഞാൻ പറയുന്നതാണ്, എല്ലാവർക്കും സൽബുദ്ധി കൊടുക്കുക. മാറാ രോഗങ്ങളൊക്കെ നാട്ടിലൊക്കെ വരുന്നത് ഇതൊക്കെ നമ്മൾ കേരളത്തിനെങ്കിലും രക്ഷിച്ച് നിർത്തുക. ഇവിടുത്തെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി ആണ്. അങ്ങനെ ഒരു സംഘടന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചിറങ്ങുന്ന ഏതൊക്കെ വിദ്യാർത്ഥി സംഘടനകളുണ്ടോ ഇവിടെ? എനിക്കറിയില്ല കേട്ടോ. ഓരോരുത്തരും മരിക്കുമ്പം അതിൻ്റെ ആൾക്കാർ കിടന്ന് ഘോര പറയുന്നതല്ലാതെ പിന്നെ ശങ്കരൻ തെങ്ങിത്തന്നെന്ന് പറഞ്ഞതിൻ്റെ വിട്ട് പാവപ്പെട്ടവൻ അത് കിട്ടിയില്ലേ ഇത് കിട്ടിയില്ലേ എന്ത് ചെയ്യും ചേച്ചി, ആരോട് ചോദിക്കണം, എന്നെ പെൻഷൻ വന്നില്ലേ? അപ്പം അതാണ് ഞാൻ പറയുന്നത്. അതിലൊരു എല്ലാ പാർട്ടിക്കാരും, ഞാൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ പാർട്ടിക്കാരും ഒരു ചെറുപ്പക്കാരുടെ നില ഉണ്ടാക്കണം. എന്തൊക്കെയാണ് ഇവിടെ ഇല്ലായ്മ സാധാരണക്കാരൻ്റെ, അതിനെന്ത് പരിഹാരങ്ങൾ ഉണ്ടാക്കാം? കോടികളൊന്നും ഒഴുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പൈപ്പിൽ വെള്ളമില്ല, ഒരു പൈപ്പ് ഉണ്ടാക്കി ഒരു കണക്ഷൻ വാങ്ങിച്ചു കൊടുക്കുന്നത് അത്ര വലിയ ഭാരിച്ച ജോലിയോ അല്ലെങ്കിൽ നടക്കാത്ത കാര്യമോ ഒന്നുമല്ല. ഒരു ബോർവെല്ല് കുഴിക്കാൻ എത്രയാവും? അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ സഹകരിക്കാറുണ്ട്. പക്ഷേ നമുക്ക് 100 കോടിയുടെ 200 കോടിയുടെ കാര്യമൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. ഏതായാലും അങ്ങനെയുള്ളൊരു കൂട്ടായ്മയിലൂടെ ഇതുപോലെയുള്ള ഭഗവാന്റെ എല്ലാ ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്തെങ്കിലും ആ ഒരു കൂട്ടായ്മയും മനസ്സിൻ്റെ ഐക്യവും കുടുംബത്തിൻ്റെ ഐക്യവും എല്ലാം ഒത്തുചേർന്ന് അടുത്ത തലമുറയെങ്കിലും നമുക്ക് നല്ല കുഞ്ഞുങ്ങളായിട്ട് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്താൻ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും സാമുദായിക സാംസ്കാരിക സംഘടനകളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഒരു കാര്യമായ ശ്രമം ഉണ്ടാവണം. കാരണം ഇല്ലെങ്കിൽ നാട് വഴിതെറ്റി പോകും. നാട് വഴിതെറ്റുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിന് നമ്മൾ വിടാതെ കൂട്ടുനിന്നാൽ എന്തോ ഒരു വലിയ അപരാധം നമ്മളും ചെയ്യുന്നതൊരു കുറ്റബോധം നമ്മളെ പിന്തുടരും. ഇതേ എനിക്ക് പറയാനുള്ളൂ. സർവേശ്വരൻ കുഞ്ഞയ്യപ്പൻ ചടയമംഗലത്തിരുന്നാലും അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയായി ശബരിമല ഇരുന്നാലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും എല്ലാവർക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകട്ടെ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുദേവ്. ബഹുമാന്യനായ നമ്മുടെ ഈ സാംസ്കാരിക യോഗത്തിൻ്റെ അധ്യക്ഷൻ രാധാകൃഷ്ണൻ സാർ, ഇവിടെ സ്വാഗതം പറഞ്ഞ അഡ്വക്കേറ്റ് ആർ രാകേഷ്,
അതുപോലെ നമ്മുടെ ഈ മഹത്തായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ദേവസ്വം കമ്മീഷണർ സുനിൽകുമാർ സാർ നമ്മളെ എല്ലാം ചിന്തിപ്പിക്കുന്ന തരത്തിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ നമ്മുടെ വിശിഷ്ട അതിഥി, സിനിമ, സീരിയൽ എല്ലാ രംഗത്തും നിറഞ്ഞു നിന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ മല്ലിക സുകുമാരൻ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ഇവിടുത്തെ മാതൃസമിതിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമതി ഗീതാകുമാരി, ഈ പ്രദേശത്തെ പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായിട്ടുള്ള ശ്രീമാൻ മഠത്തിൽ മോഹനൻ പിള്ള തുടങ്ങി ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, സ്നേഹമുള്ള വിശ്വാസികളെ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആധികാരികമായി പറയുന്ന ഒരു വേദിയോ മറ്റോ അല്ല. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരികമായ പൈതൃകം അതെന്തെന്ന് പറയുവാനും ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് എങ്ങനെയെന്ന് കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു വേദിയാണിത്. നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു മതത്തിന്റെയോ ഒരു വിഭാഗത്തിന്റെയോ ഭാഗമാകാതെ ഒരു നാടിന്റെ മനസ്സാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ദേവന്റെ പേരിൽ ഉത്സവം ആഘോഷിക്കുക, അത് ഈ നാടിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ വർഷങ്ങളോളം വളരെ ഗംഭീരമായി നടത്തുവാൻ കഴിയുക. വളരെ ചുരുക്കം മേഖലകളിലാണ് ഇങ്ങനെ നമുക്ക് ഉത്സവം നടത്താൻ വേണ്ടി കഴിയുന്നത്. മറ്റ് പല ഉത്സവങ്ങളും പലപ്പോഴും ഏതെങ്കിലും വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക വികാരത്തിന്റെ ഭാഗമായി മാറുമ്പോൾ പലപ്പോഴും അതെല്ലാം അക്രമത്തിൽ കലാശിക്കുകയും തുടർന്ന് ക്ഷയിച്ചു പോവുകയും ചെയ്യും. എന്നാൽ ഇവിടെ ജാതി, മത, വർഗ, വർണ്ണ ഭേദമില്ലാതെ മുഴുവൻ ബഹുജനങ്ങളും ആഘോഷ തിമിർപ്പിലാണ്. ഒരു 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവം. എന്നാൽ എനിക്കൊന്ന് അഭ്യർത്ഥിക്കുവാനുള്ളത്, വലിയ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് ഉത്സവവുമായി ബന്ധപ്പെട്ട്. നേരത്തെ എല്ലാം ഇവിടെ കാർഷിക മേളകൾ കൂടി സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് വരും കാലങ്ങളിൽ ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന കാർഷിക മേള അടക്കം നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗത്തെയും സഹായിക്കാൻ കഴിയുന്ന ഒരു വലിയ വിപണന മേള ഉൾപ്പെടെ ഇതിനോടനുബന്ധിച്ച് തുടങ്ങുവാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു ഗുണകരമായ മാറ്റമായിരിക്കും. അതിനുകൂടി ഈ ഉത്സവ കമ്മിറ്റിക്കും ഇവിടുത്തെ ദേവസ്വം കമ്മിറ്റിക്കും ശ്രമിക്കാൻ വേണ്ടി കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ കൂടി ക്ഷണിച്ച ഇവിടുത്തെ ഉത്സവ കമ്മിറ്റി അംഗങ്ങളെയും ദേവസ്വം കമ്മിറ്റി അംഗങ്ങളെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടുത്തെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ പേരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, നന്ദി, നമസ്കാരം. ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്ര ഉപദേശക സമിതി അംഗവും മാതൃസമിതിയുടെ പ്രസിഡന്റും ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീമതി ഗീതാകുമാരിയെ സാദരം ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ കെ രാധാകൃഷ്ണപിള്ള അവർ സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് ആർ രാജേഷ് കുമാർ, നമ്മുടെ ഈ യോഗത്തിന് ഉദ്ഘാടനം നടത്തിയ ശ്രീ സുനിൽകുമാർ അവർ, അതുപോലെ നമ്മുടെ വിശിഷ്ടാതിഥിയും എല്ലാവരുടെയും പ്രിയങ്കരിയുമായ ശ്രീമതി മല്ലിക സുകുമാരൻ അവർ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സുദേവൻ മെമ്പർ, അതുപോലെ വിശിഷ്ട അതിഥികൾ ബഹുമാന്യരെ, അതോടൊപ്പം തന്നെ നല്ലവരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിന്റെ മുന്നോടിയായിട്ടുള്ള സാംസ്കാരിക സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ശബരിമലയുടെ തന്നെ രൂപവും ഭാവവും ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 9 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കും 55 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ ജാതി മതഭേദമില്ലാതെ എല്ലാവർക്കും പുരുഷന്മാർക്കും പടി ചവിട്ടാനുള്ള അവസരം, അതായത് മാല ഇട്ട് വ്രതം നോറ്റ് അതോടൊപ്പം തന്നെ ശരണവിളികളുമായി നമ്മുടെ 18 പടികൾ ചവിട്ടി ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുള്ള, ശബരിമലയിൽ പോകുന്നത് പോലെ പ്രവേശിക്കുവാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇവിടെ ജാതി മതഭേദമന്യേ എല്ലാവരും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ നടന്ന സപ്താഹത്തിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള കുറെ സ്ത്രീകളെ ക്ഷണിക്കുകയും ഇവിടെ ഒരു മാതൃസമിതി രൂപീകരിക്കണം എന്ന് പറയുകയും ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് ഞങ്ങൾ കുറെ പേരെ അതിൽ പങ്കെടുപ്പിക്കുകയും എന്നെ മാതൃസമിതിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അന്നു മുതൽ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്, അത് വിജയിപ്പിക്കാൻ വളരെയേറെ ശ്രമിക്കാറുമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ മനസ്സിലുണ്ടായ ഒരു ആശയമായിരുന്നു തിരുവാതിര. അത് ഞങ്ങളോട് ആവശ്യപ്പെടുകയും അത് അന്ന് വരെ തിരുവാതിരയെ കുറിച്ച് ചിന്തിക്കുകയോ ചുവടുവയ്പ്പോ യാതൊന്നും അറിയാതെ ഇരുന്ന ഞങ്ങള് ആദ്യം ചിരിച്ചു തള്ളിയെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുകയും ഞങ്ങൾ അതിന് തയ്യാറെടുക്കുകയും എല്ലാ വർഷവും ഈ സാംസ്കാരിക സമ്മേളനത്തോടനുബന്ധിച്ച് തിരുവാതിര അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ മാതൃസമിതിയുടെ സെക്രട്ടറിയായ സന്ധ്യയോടാണ്. സന്ധ്യ ഇപ്പൊ താമസം തിരുവനന്തപുരത്താണ്. വണ്ടിക്കൂലി ചെലവാക്കി ആഴ്ചയിൽ 1, 2, 3 ദിവസങ്ങളിൽ ഇവിടെ വന്ന് ഞങ്ങൾ, അതായത് 5 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പം അങ്ങനെ പഠിപ്പിച്ച് ഞങ്ങൾ ഇതിന് ശേഷം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തില് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു മാതൃസമിതി കൂടിയാണ് ഞങ്ങളുടേത്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ക്ഷേത്ര ഉത്സവ കമ്മിറ്റി അംഗങ്ങളും വളരെ സജീവമായി എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവം നന്നായി നടത്താൻ കഴിയുന്നത്. അപ്പൊ ഇനിയും, അതായത് ഇന്നു മുതൽ 10 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ഉത്സവത്തിന് ഇതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാമ്പത്തികമായിട്ടും സാന്നിധ്യത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതോടൊപ്പം ഈ നല്ല രീതിയിൽ ഉത്സവം നടത്തുന്നതിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, സമ്മാനാധ്യായ നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീമതി മല്ലിക സുകുമാരന് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ ഒരു എളിയ മൊമെന്റം കൊടുക്കുകയാണ്. ശ്രീമതി മല്ലിക സുകുമാരന് അത് നൽകുന്നതിനായി ബഹുമാന്യനായ ദേവസ്വം കമ്മീഷണറെ സാദരം ക്ഷണിക്കുന്നു.
ചടയമംഗലത്തിൻ്റെ ദേശീയോത്സവമായ ചടയമംഗലം കുഞ്ഞിപ്പക്ഷിത്തലത്തിൻ്റെ മകരവിള ഉത്സവത്തിൻ്റെ തിരി തെളിഞ്ഞു. ഇന്നു മുതൽ 10 ദിനം ചടയമംഗലത്തിൻ്റെ എല്ലാ മേഖലകളിലും ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഈ തത്സമയവും ഇവിടെ ഭാഗമാകുന്നു. എല്ലാവർക്കും ഉത്സവ ആശംസകൾ അപ്പൊ ഞാനിത് 4:45 നാളെ മുതൽ എനിക്കിവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ട് നിലമേല്. അപ്പൊ അത് നടക്കുന്നിടത്ത് വന്നിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇപ്പൊ ഇറങ്ങല്ലേ, ഒരു 5:30 വന്നിന്ന് പറഞ്ഞു. 5:15 ഇറങ്ങാൻ നേരത്ത് വീണ്ടും വിളിച്ചു പറഞ്ഞു 6 മണിക്ക് വന്ന. എന്താ സംഭവം എന്ന് വെച്ചാല് നാളെ ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ട്. എനിക്ക് ഫിസിയോതെറാപ്പി ഉണ്ട് എൻ്റെ ഒരു മുട്ടിന്റെ ഒരു ചെറിയ പ്രശ്നത്തിന്. അപ്പൊ അദ്ദേഹം ക്ലിനിക്കിൽ നിന്ന് ഒരു 8 മണിക്ക് വീട്ടിലെത്തുമ്പോ ഇന്നത് ചെയ്തിട്ട് നാളെ രാവിലെ തൊട്ട് വീണ്ടും നിലമേലുണ്ട് ഞാൻ. പക്ഷെ അല്ല, വൈകിട്ട് എനിക്കൊക്കെ വീട്ടിൽ പോവാം. എന്നാലും അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പ്രായത്തില് കാട്ടിലുപരിയായിട്ട് കുറച്ച് യാത്ര ചെയ്യണ കൂടുതലാണെന്ന് പറഞ്ഞ് ഡോക്ടർമാരും വഴക്കും പറയുന്നുണ്ട്. പക്ഷെ നിവൃത്തിയില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒരു ക്ഷമാപൂർവ്വം ഞാൻ അനുവാദം ചോദിക്കുകയാണ്. ഞാനൊരല്പം മുൻപേ പോവുകയാണെന്നെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഇത് നടക്കത്തുള്ളൂ. തീർച്ചയായിട്ടും വീണ്ടും കാണാൻ ഈ ചടയമംഗലം കുഞ്ഞയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവ ക്ഷേത്രോപദേശ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ മഠത്തിൽ മോഹനപിള്ള നമ്മെ അഭിസംബോധന ചെയ്തു. സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ. ബഹുമാന്യനായ ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ അധ്യക്ഷനും ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതി പ്രസിഡന്റ് കൂടിയായ ശ്രീമാൻ കെ രാധാകൃഷ്ണപിള്ള അവர்கள், ഇവിടെ സ്വാഗതം ആശംസിച്ച ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ രാജേഷ് കുമാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കിയ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബി സുനിൽകുമാർ അവர்கள், നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തിയ പ്രശസ്ത സിനിമാ താരം മല്ലിക സുകുമാരൻ, ആശംസകൾ അർപ്പിച്ച ചടയമംഗലത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ കെ സുദേവൻ, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷയും ഇവിടുത്തെ മാതൃസമിതിയുടെ പ്രസിഡന്റ് കൂടിയായ ഗീതാകുമാരി എസ്, നമ്മുടെ ചടയമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസർ ശ്രീമതി ദീപ്തി പി ജെ, ഇവിടെ നന്ദി പ്രകാശിപ്പിക്കുന്ന സതീഷ് കുമാർ, ഈ വേദിയിലിരിക്കുന്ന ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, അമ്മമാരെ, സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുതൽ 10 ദിവസം ചടയമംഗലം ഉത്സവത്തിന്റെയും അതുപോലെ തന്നെ ഭക്തിയുടെയും നിറവിലാണ് നമ്മൾ നിൽക്കുന്നത്. ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിന്റെ ദേശീയ ഉത്സവമാണ്. ഈ ഉത്സവത്തിന് ഇന്ന് കാണുന്ന ഈ രൂപഭംഗിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ അന്ന് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്നിട്ട് കൂടി ബഹുമാന്യനായ നമ്മുടെ ഇപ്പോഴത്തെ ഉപദേശക സമിതി പ്രസിഡന്റ് കെ രാധാകൃഷ്ണപിള്ളയുടെ നിർദ്ദേശാനുസരണം ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാരായിരുന്നു ആദ്യകാലങ്ങളിൽ ഒരു 30 വർഷങ്ങൾ കൊണ്ടിങ്ങോട്ട് കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടി രംഗത്ത് വന്നത്. അന്ന് ഇവിടുത്തെ ഓട്ടോ വർക്കേഴ്സും പ്രത്യേകിച്ച് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളും വളരെ ഭംഗിയായി ഈ ഉത്സവം ഓരോ വർഷം കഴിയുന്തോറും മോടി പിടിപ്പിക്കത്തക്കവണ്ണമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ വിവിധ കലകളിലുള്ള
കരക്കാരായിട്ടുള്ള ബഹുമാനികളായിട്ടുള്ള ഭക്തജനങ്ങൾ അത് പേട്ടറുള്ളലും കെട്ടുകാഴ്ചകളും ഒക്കെ ആയിട്ട് ഈ ഉത്സവത്തിന് എത്രത്തോളം ഉയരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം ഉയരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ നമ്മുടെ ദേശീയോത്സവം വരിക്കാലങ്ങളിലും വളരെയേറെ ഭംഗിയായി ഓരോ വർഷവും വർദ്ധിത ഇതോടുകൂടി ഭംഗിയോടുകൂടി നടത്തുന്നതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. നമ്മുടെ ഈ യോഗത്തിന്, ഈ സാംസ്കാരിക സമ്മേളനത്തിന്